നമസ്കാരം. പാവപ്പെട്ട തൊഴിലാളികളും സാധാരണക്കാരായ മനുഷ്യരും ഒരായുഷ്കാലത്തെ സമ്പാദ്യം മുഴുവൻ വിശ്വസിച്ച് നിക്ഷേപിച്ച കരിവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന വൻ കള്ളപ്പണ ഇടപാട് കേസിൽ 68ാം പ്രതിയായി ചേർക്കപ്പെട്ട CPM എന്ന രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ച് തൃശൂർ ജില്ലാ സെക്രട്ടറി KB അബ്ദുൽ ഖാദർ കലൂർ PMLA കോടതിയിൽ നേരിട്ട് ഹാജരായി ജാമ്യമെടുത്തിരിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഒരു രാഷ്ട്രീയ പാർട്ടി കേസിൽ പ്രതിയായി കോടതി കയറി ജാമ്യമെടുക്കേണ്ടി വരുന്ന ആദ്യത്തെ അപൂർവ സംഭവങ്ങളിലൊന്നാണിത്. കേസിൽ പ്രതി ചേർത്തത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്നാണ് അബ്ദുൽ ഖാദർ ന്യായീകരിക്കുന്നത്. പാവങ്ങളുടെ ചോര നീരാക്കിയ പണം തട്ടിയെടുത്തതിൽ പാർട്ടിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന EDയുടെ നിർണായക കണ്ടെത്തലുകൾക്ക് മുൻപിൽ മറുപടിയില്ലാതെ നിൽക്കുകയാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം. കേസിൽ ED സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിൽ 28 പ്രധാന പ്രതികളാണുള്ളത്. ഇതിൽ CPMന്റെ മുതിർന്ന നേതാക്കളായ K രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ MLA, മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ് തുടങ്ങിയ വമ്പന്മാർ ഉൾപ്പെടെയുള്ളവർ കോടതിയിലെത്തി ജാമ്യമെടുത്തിട്ടുണ്ട്. മുൻപ് ഹാജരാകാതിരുന്ന 11 പ്രതികളും കോടതിയിൽ ഹാജരായി ജാമ്യം നേടി. പ്രതികൾക്കെതിരെ കള്ളപ്പണ ഇടപാടിൽ പ്രഥമദൃഷ്ട്യാ തെളിവുകളുണ്ടെന്ന് കോടതി കൃത്യമായി വിലയിരുത്തുകയും വിചാരണ നേരിടണമെന്ന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സമൻസ് അയച്ചിട്ടും കേസിലെ 68ാം പ്രതിയായ CPMനെ പ്രതിനിധീകരിച്ച് ആരും വരാതിരുന്നതോടെയാണ് ജില്ലാ സെക്രട്ടറി KB അബ്ദുൽ ഖാദർ നേരിട്ട് ഹാജരാകണമെന്ന് PMLA കോടതി കർശന നിർദ്ദേശം നൽകിയത്. ഏതെങ്കിലും കുറച്ച് ഉദ്യോഗസ്ഥർ നടത്തിയ പ്രാദേശിക തട്ടിപ്പ് മാത്രമാണ് കരിവന്നൂരിൽ നടന്നതെന്ന CPMന്റെ പഴയ വാദങ്ങളെല്ലാം EDയുടെ കണ്ടെത്തലുകളോടെ വെള്ളത്തിലായി. CPMന്റെ ഉന്നത നേതാക്കളുടെ പൂർണ്ണ അറിവോടും അനുമതിയോടും കൂടിയാണ് ബാങ്കിൽ കോടികളുടെ അഴിമതിയും വ്യാജ വായ്പാ വിതരണവും നടന്നത്. ബാങ്കിൽ നിന്ന് കോടികളുടെ ബിനാമി വായ്പകൾ നിയമവിരുദ്ധമായി അനുവദിച്ചു കൊടുത്ത വകയിൽ കിട്ടിയ ഭീമമായ കമ്മീഷൻ തുക CPMന്റെ ഔദ്യോഗിക അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തിയെന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ലേബൽ ഒട്ടിച്ച വ്യക്തികളെ മാത്രം പ്രതിയാക്കാതെ ആ തട്ടിപ്പിന്റെ ഗുണഭോക്താവായ പാർട്ടിയെ തന്നെ ED പ്രതിപട്ടികയിൽ ചേർത്തതും കോടതി അത് അംഗീകരിച്ച് സമൻസ് അയച്ചതും. ചികിത്സയ്ക്കും മക്കളുടെ കല്യാണത്തിനും വേണ്ടി നിക്ഷേപിച്ച തുക തിരികെ കിട്ടാതെ എത്രയോ പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീരും ജീവനുമാണ് കരിവന്നൂർ ബാങ്കിൽ പൊലിഞ്ഞു പോയത്. അപ്പോഴൊക്കെ പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയ നേതാക്കളാണ് ഇന്ന് കള്ളപ്പണക്കേസിൽ പ്രതികളായി കോടതിയിൽ ക്രിമിനൽ പ്രതികളെ പോലെ വരിയായി നിന്ന് ജാമ്യം എടുക്കുന്നത്. രാഷ്ട്രീയ കവചം ഉപയോഗിച്ച് അഴിമതി മറയ്ക്കാൻ ശ്രമിച്ച CPM നേതാക്കൾ ഇനി വിചാരണയിൽ തങ്ങളുടെ കുറ്റം തെളിയിക്കപ്പെടുമ്പോൾ നിയമത്തിന്റെ കഠിന ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ. പാവപ്പെട്ട നിക്ഷേപകർക്ക് നീതി കിട്ടാനും സഹകരണ മേഖലയെ കൊള്ളയടിച്ചവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം കർശന നിലപാടുകൾക്ക് കഴിയണം.